ഇത് ഞാൻ ഇന്നലെ ഇടാമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. പക്ഷെ ഇന്നലെ കുറച്ച് തിരക്കായതുകൊണ്ട് നമുക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാൻ പറ്റിയില്ല. പക്ഷെ ഇന്നെന്തായാലും നമുക്ക് ഇടണമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ജേർണലിങ് ചെയ്യണം. നമ്മുടെ ഏപ്രിൽ മാസത്തെ ജേർണലിംഗ് ആണ് ഞാൻ ഇന്ന് ചെയ്യണത്. ഈ ഇയർ തുടങ്ങിയിട്ടും ഇത്രയും മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ മന്ത് ഫസ്റ്റിക്ക് ഏത് ജേർണലിങ്ങും ചെയ്തിട്ടുണ്ടാവില്ല. എന്താ കാര്യം പറഞ്ഞാൽ ഓരോ തിരക്കോട്ടും പിന്നെ വീഡിയോ ആ ജേർണലിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ മാത്രമേ എപ്പോഴും മറക്കും. അങ്ങനെ ഓരോന്ന് കാരണം ജേർണലിങ് എപ്പോഴും വഴുകാറാണ്. പക്ഷെ ഇന്ന് ഈ മാസം ഞാൻ അത്രയും ഓർമ്മിച്ചിട്ട് ചെയ്യണതാണ്. നമ്മുടെ ഈ ജേർണലിങ് അത്ര സിമ്പിളല്ല. ഞാൻ കുറച്ച് ടൈം പിടിച്ച് ചെയ്തതാണ്. നല്ല അടിപൊളിയാവും ചെയ്ത് വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ പിക്ക് ഞാൻ ഇതേ മോഡൽ ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടു. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ എന്തായാലും കുറച്ച് സമയം എടുത്താലും അതന്നെ വിചാരിച്ച് ചെയ്യാതിരുന്നതാണ്. കാണുമ്പോൾ നമുക്ക് സിമ്പിൾ പോലെ തോന്നും. പക്ഷെ ഇതിൽ ഡ്രോയിങ് ഒന്നും അത്ര കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് സ്കെച്ചിങ് ഒക്കെ പെട്ടെന്ന് ചെയ്ത് കഴിയും. പക്ഷെ ഇത് കളറിങ് ആണ് കുറച്ച് സമയം പിടിച്ച് ചെയ്യാറുള്ളത്. കാര്യം കുറേ മേഘങ്ങളും പിന്നെ കുറേ മിനി പാരച്യൂട്ടുകളും പിന്നെ വലിയ ബിഗ് പാരച്യൂട്ടും അതൊക്കെ വരക്കുമ്പോൾ കുറച്ച് സിമ്പിളാണ്. ആ ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിച്ച് അതിൻ്റെ ഇങ്ങനെ വരക്കാൻ ഒക്കെ ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല. അതിൽ ഓരോ കളറിങ് ആയാലും കുറച്ച് ഡാർക്ക്നെസ് കൂട്ടിയിട്ടും ലൈറ്റ് ആയിട്ടും ഒക്കെ അങ്ങനെ കളർ ചെയ്ത് വരുമ്പോഴാണ് ഇങ്ങനെ സമയം പിടിക്കണത്. പിന്നെ ഈ ജേർണലിങ്ങിനും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ബ്രഷ് പെൻ തന്നെയാണ്. എൻ്റെ അടുത്ത് പിന്നെ പേസ്റ്റൽ കളറിൻ്റെ സെറ്റല്ലേ ഞാൻ വാങ്ങിയത്. അപ്പോൾ അതിൽ ലൈറ്റ് കളർ പിങ്ക് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് ഡാർക്ക്നെസ്സും ഇതിൽ കാണിക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു സ്കെച്ച് പെന്നിൽ ഒരു വയലറ്റ് കളർ പോലത്തെ ഒരു ഡാർക്ക് പിങ്ക് ആ ടൈപ്പ് ഞാൻ ഇത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും നമ്മുടെ ജേർണലിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.